ഹലോ ഗൈസ്, ഇന്ന് രാവിലത്തെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതല്ലേ. നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് കയറാൻ പോകുന്നതാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ കൂട്ടിയിട്ട് വേണം പോകാം. ഇപ്പോൾ തന്നെ നമ്മൾ നേരം വൈകി നേരത്തെ അവിടെ എത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് പോയോ കേട്ടോ. പോയി അവിടെ എത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വന്നു കേട്ടോ. ചായ കുടിച്ച് നേരെ പോകുന്നവരുടെയാണ് ഗൈസ്. നമ്മൾ ചായ കുടിച്ചൊക്കെ ഇറങ്ങി കേട്ടോ. നമ്മൾ പോകുന്നതാണേ. നമ്മളങ്ങോട്ടാ പോകുന്നത്. നമ്മൾ ഇവിടെ നമ്മൾ മലേൻ്റെ പേര് പറയണ്ട അല്ലേ. സർപ്രൈസ് അതെന്തിനോ വേണ്ടി കണ്ടുപിട്ടേക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അതന്നെ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന പാട്ട് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാട്ട് അർത്ഥം പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ശരിയാ. നീ വിഷയമാണോ? നീ സീനാണോ? അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളൊരു തമാശകൾ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയവിടത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ. റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഓരോരുത്തർക്ക് ഇത്ര പൈസ, എത്ര ആൾക്കാരെ കയറാൻ പറ്റുള്ളൂ എന്നും അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഒക്കെ. ഇതാണ് നമ്മൾ ലീഡർ. നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഓന് ഫോം വാങ്ങി പൂരിപ്പിച്ച് എന്താക്കി നമ്മളെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി ഒരു ഫോം വാങ്ങി പൂരിപ്പിച്ച് നേരെ അവിടെ കൊണ്ടു കൊടുത്ത്. അപ്പോഴേക്കും അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് നേരം കാത്തുനിന്ന്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 8:30 മിനിറ്റേക്കും അവിടെ ചെന്നപ്പോൾ ഒരു ടിക്കറ്റ് തന്ന് നമ്മൾ നേരെ എന്താക്കി കയറാൻ പോയി. നമുക്ക് ടിക്കറ്റ് കൊണ്ട് നമ്മൾ കയറാൻ പോയിട്ടോ. നമുക്ക് ടിക്കറ്റ് കിട്ടി. നമ്മൾ പോയി കറക്റ്റ് ഇട്. അപ്പോൾ കൈസ് നമ്മൾ കയറാൻ തുടങ്ങി കേട്ടോ. ഇതേതാ മല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വയനാട്ടിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഹൈമുടിയിൽ രണ്ടാമത്തതാണ് കേട്ടോ ഈ മല. ഏതാന്ന് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും പോകുന്നതാക്കി കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം തന്നെ ഫുള്ള് തളർന്നു കേട്ടോ. നമ്മൾ കയറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. എന്താണെന്ന് അള്ളാഹ്ക്കറിയാം. 3 മണിക്കൂർ ട്രക്കിങ്ങാണ്. അങ്ങോട്ട് 5 കിലോമീറ്റർ, ഇങ്ങോട്ട് 5 കിലോമീറ്റർ, മൊത്തം 10 കിലോമീറ്റർ ആയത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഓരോ കാഴ്ചകളും എല്ലാം കാണിച്ചു കേട്ടോ. മീറേ എന്താ പറയാനുള്ളത്? കേറുന്നല്ലേ ഉള്ളൂ, ബാക്കി പറഞ്ഞ കേറുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ എന്താ സിനി? കുഴപ്പമില്ല. കുഴപ്പമില്ല, തെറ്റ് വായെന്ന് അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് കയറാൻ നമുക്ക് ഒരു അടിപൊളി ഗൈഡിനെയും കിട്ടി കേട്ടോ. എന്താ നമ്മളെ ഗ്യാങ്, നമ്മളെ 7 ആൾക്കാരെ കൂടാട്ട് കയറുന്നത്. ഇവിടുത്തെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ഒന്നും കാര്യമില്ല. 75 ആൾക്ക് കയറാൻ പറ്റും. അത് നമ്മൾ തന്നെ കൂടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനിയാണ് ട്രക്കിങ് തുടങ്ങുന്നത്. വണ്ടിയൊക്കെ ഇവിടെ വണ്ടി എടുക്കാൻ കയറി. നമ്മൾ വണ്ടി ഒപ്പിച്ച് വന്നാൽ ശരിയില്ല, ഇല്ലെങ്കിൽ ഒന്ന് റെൻറ്റിന് തുടങ്ങിയില്ല. പിന്നെ വെള്ളം കുടിക്കുന്ന ഡാൻസ് മാസ്റ്റർ വിക്രം. My biological name is Michael Elias Jackson Elias Vikram Elias. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. നമ്മൾ ആദ്യമുള്ള വടിയാണേ. പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതിനെ കാണുന്നില്ല. അതാ ഓനെടുത്തത് സാധനങ്ങൾ എടുത്തുക്കോ. അതൊക്കെ ഉണ്ട്. സാനിറ്റൈസർ, വെള്ളം. അല്ല ആരും വെള്ളം തരില്ല.
വീഡിയോ നോക്കിട്ട് എനിക്ക് വെള്ളം വേണ്ട കുടിക്കില്ല. ഇവര് നമ്മളപ്പുറല്ലേ അല്ലേ? എനിക്ക് വെള്ളം വേണോ? തളർന്നോ? എന്താ സ്ഥിതി? 50 മീറ്റർ റിപ്ലൈ സ്ഥിതി എന്താ? ചേച്ചി ഇത് ഡെയിലി കയറൂ? ഇത് മാത്രം ആരോഗ്യം എവിടുന്ന? ഞങ്ങൾ ഡെയിലി കയറില്ല. അങ്ങനെ ഞങ്ങൾ ഡെയിലി കയറും. എനിക്ക് ഇവിടെ പണിയില്ലേ? ഓ ചേച്ചി എന്റെ വെള്ളം അതാ ഉദ്ദേശം. അപ്പോ ചേച്ചി ഇന്നലെ എന്തെങ്കിലും മൃഗങ്ങൾ ഉണ്ടായിരുന്നോ? ഇന്നലെ ഇല്ല, കഴിഞ്ഞ ഞായറാഴ്ച നിറച്ചു കാടല്ലേ എല്ലാരും നോക്കണ്ട്. ഇനി ഏതോ ഫേമസ് ബ്ലോഗറാണ്, ഇവനാരെ അറിയില്ല. ഇത് ഷാഹിം ബ്ലോഗർ. എന്താ എന്ത് പിടിക്കാൻ എന്റെ ഇവനൊക്കെ എന്താ ചെയ്യണ്ടതാ? ചേച്ചിനെ കൊണ്ടൊക്കെ പിടിപ്പിക്കുന്നത് പാവം. ഇവൻ ചേച്ചിനെ മുട്ടാ ഇത് പിടി, ഈ വെള്ളം പിടി. ക്യാമറ പിടിക്കാടാ. ഞാനും ചേച്ചി ഷെയർ ഇത് അങ്ങനത്തെ സ്ഥലം ഉണ്ടോ? എടാ തെറ്റിന്റെ കൊടുക്കും ഒരു ഫോൺ. അറിയാത്ത സ്ട്രേഞ്ചേഴ്സിനൊക്കെ പരിചയപ്പെടാം. ഇത് തെറ്റാ? സ്ട്രേഞ്ചേഴ്സിനൊക്കെ പരിചയപ്പെടാല്ലേ? പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാരും പരിചയപ്പെട്ട് നല്ല കുറെ അനുഭവങ്ങൾ പങ്കെടുത്ത് മെമ്മറീസ് ബ്രോ. ഓക്കെ ഓക്കെ. ഓക്കെ നിങ്ങള് ബാക്കിലില്ലേ? ഓക്കെ അങ്ങോട്ടല്ലേ? അത് നമ്മളെ കൂട്ടത്തിൽ ഒറ്റ നിശ്ചയിച്ചിരിക്കാൻ അപ്പൊ ഗൈസ് നമ്മള് കേറി കുറച്ച് മേലെത്തിരി ബാക്കി കാണിച്ചാൽ തുടങ്ങിയിരിക്കുകയുള്ളൂ കേട്ടോ. നമ്മളെ കൂട്ടത്തിൽ ടാലന്റ് ഉള്ളവരുണ്ട് കേട്ടോ. ഇത് ഒരു പാട്ട് വേണം, ടാലന്റ് ഒരു പാട്ട് ഇത് ഇവന് ഗെയിമർ. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞു ഹോട്ട്സ്. ഇവനൊരു കഴിവില്ല, പ്രത്യേകിച്ച് കഴിവില്ല. പെണ്ണുങ്ങളെ കണ്ടാല് ഓരോരുത്തരും പോരാ. അതൊരു കഴിവാണ്. ചേച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ചേച്ചി ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ഷിബി. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 10-15 കൊല്ലം. ഞങ്ങളുടെ ഇപ്പൊ വരുന്നതിന് ഒരു ആനനെ കണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? ആനേനെ കണ്ട നമ്മൾ അടുത്തൊന്നും കാണൂലല്ലോ, ദൂരെ നിന്നല്ലേ കാണുന്നേ. എന്നാൽ അഥവാ ഞങ്ങളെ നേരെ ഒരു മൃഗം വന്ന ചേച്ചി എന്ത് ചെയ്യും? വഴി മാറിപ്പോകും. ചേച്ചി മാറി പോകുന്നോ? ഞങ്ങൾ ഒറ്റക്കാക്കോ? ചേച്ചി സത്യം പറഞ്ഞു 150 ആള് കാണും. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന നിങ്ങളെ ഇവിടെ കിടന്ന എനിക്ക് കുറ്റല്ലേ. അതെ അതെ, നമ്മള് വഴി മാറിപ്പോന്നു. ഞങ്ങളെ സുരക്ഷയെ എത്തിക്കേണ്ട ചേച്ചി. ഒരാന വന്നാൽ നമ്മൾ വളഞ്ഞോളൂ. ആ ആനേന്റെ അടുത്തേക്ക് പോകുന്നില്ല, നമ്മള് വേറെ വഴിക്ക് പോരുന്നു. ആനേന്റെ അടുത്ത് ചെന്ന് നമ്മൾ അതിനെ ഉപയോഗിച്ചാലല്ലേ അത് നമ്മളെ എന്തെങ്കിലും ചെയ്യുള്ളൂ. അങ്ങനെയാ? പിന്നെ ഞങ്ങള് 12 കൂടുതൽ ആനേനെ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടു. നമ്മൾ വേറെ വഴിക്ക് പോയി. അത് അക്കരെ കുന്നേലാ നിക്കുന്നേ, അത് നമ്മുടെ അടുത്തേക്ക് വരില്ല. നമ്മൾ പോകുന്ന വഴി ഞങ്ങൾ ഒരു ദിവസം പോകുമ്പോ വഴിയിലാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കിടന്നു വന്നു കഴിഞ്ഞപ്പോ വഴിയിലേക്ക് ഇറങ്ങി വന്നു. അതല്ല അങ്ങനെ ആണെന്നില്ലല്ലോ ചേച്ചി. പിന്നെ നമ്മള് മിണ്ടാതെ ഇങ്ങനെ പോരുക. അതിനൊന്നും അങ്ങനെ കാണലില്ല. കാണുന്നേ ഒച്ചയൊന്നും വെക്കരുത്, നെല്ലനെ വർത്താനൊക്കെ കുറച്ച്. ചേച്ചി ഒച്ച വെക്കാതെ തന്നെ കയറി നമ്മള്
ആടത്തെ ഒറ്റൊന്നും ഉണ്ടാവൂല. സൗണ്ട് കേൾക്കുമ്പോഴാണ് ആന ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഒച്ച ഇടാണ്ടിരിക്കാൻ അവര് കാട്ടിലാണ് അവിടെ നിന്നോളൂ. കലർന്നു പോകും. അതാണ് ഇവിടെ മറ്റേ വാട്ടർഫോൾസിലെ നമ്മൾ കുറച്ച് മുന്നിൽ എത്തിട്ടോ. തുടക്കത്തിലൊരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത്, അതായത് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഫുള്ള് ഒരു ഫോറസ്റ്റ് പോലത്തെ ഏരിയ വരുന്നത്. മറ്റേ കമ്പിയിലൊക്കെ ഉണ്ട്, ആ ഷോക്കിൻ്റെ കമ്പിയിലൊക്കെ ആന കയറുന്നതിനുള്ളത്. ആകെ സീനാട്ടോ, ഫുള്ള് വേർത്ത് നോക്കിയാ അത് വെള്ളം ഫുള്ള് വേർത്ത്. ഇതൊക്കെ നമ്മളെ കേട്ടാണ്. എന്താ പറയാ, എന്തോരം വ്ളോഗറാ, ഒരു ടീമിൽ തന്നെ നഷ്ടക്കടച്ചാടോ. ജിമ്മിന് വരെ പോകുന്നുണ്ട്. ചേച്ചി എന്ത് കൂളായിട്ട് കേറി പോകുന്ന ഒരു പ്രേതാലയത്തിന് നടുവ് കൂടെ പോകുന്നവരല്ലേ ശരിക്കും പറഞ്ഞാല്. നമ്മളതാ അവസാനം അതിൻ്റെ മുകളിലെത്തുന്നിട്ടോ പറയുന്നേ. ഞാൻ പറയുന്നേ സത്യം പറഞ്ഞ ചത്ത് അമ്മീ. സ്റ്റാർട്ട് ചെയ്തിട്ടോ, ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കുള്ള ബാനാസുരൻ്റെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പോഴും ശരിക്കും പുല്ലുകൂടെയൊക്കെ ഉള്ള ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ ഫുള്ള് മരത്തിൻ്റെ കരയിൽ കൂടെ നമ്മൾ ശരിക്കും പുല്ലുക്കിൻ്റെ കൂടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നടക്കുന്ന കേട്ടോ. അപ്പോൾ ഗൈസ് പകുതി പോയിട്ട് ഈ ഗാൽഭാഗം വരെ അയക്കില്ല. അപ്പനൊക്കെ തളർന്നിട്ടോ. ആ കാണുന്ന ഏറ്റവും ഹൈറ്റ്, അതിൻ്റെ ഏറ്റവും ഹൈറ്റിലേക്കാണ് പോകുന്നത്. തളർന്ന് ഫുള്ള് ക്ഷീണിച്ച് എല്ലാവരും വ്ളോഗർ, ഞാനും ഒരു വ്ളോഗർ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളാണ്. ഇതാണ് കേട്ടോ വയനാട്ടിൽ രണ്ടാമത്തെ ഹൈയസ്റ്റ് കൊടുമുടി. ഒന്നാമത്തെ ചെമ്പ്ര പീക്കാണ് ഒന്നാമത്തെ. രണ്ടാമത്തെയാണ് ഇത് കേട്ടോ. നമുക്ക് ചേച്ചി ഗൈഡിനോട് ചോദിച്ചോക്കാം രണ്ടാമത്തെ ഞങ്ങൾ. നമുക്കറിയാം, എന്നാലും ചോദിക്കണമല്ലോ. ഫോട്ടോഗ്രാഫർ, UK ഫോട്ടോഗ്രാഫർ. ഏതാ സാഹിബ്? അതാണ് സായിപ്പോയി. പിന്നെ തൊട്ട് മുകളിലുള്ള ഒരു കുശു പോലത്തെ ചെടിയാണ്. നമുക്ക് നിലവിൽ ഇതല്ലേ കയറിൻ്റെ ഫസ്റ്റ് നമ്മൾ ഇത് കയറും. ഇതാണ് കാറ്റ് വന്ന്. അത് കഴിഞ്ഞ് അവിടെയാണ് ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇറങ്ങി ഒറ്റ മലയേ ഉള്ളൂ, പക്ഷേ 2 ചേട്ടൻ പറഞ്ഞിരുന്നത് ഒറ്റ മലയുള്ളൂ, പക്ഷെ 3 മല കയറണം. നമ്മൾ ഒരു മലേൻ്റെ പക്കത്തി എത്തി. ആ ബാക്കി അടുത്ത വീഡിയോ ഉണ്ടാവും. എല്ലാവരും അടുത്ത വീഡിയോ കാണാം. ബൈ.